ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനയൻ പാവത്തിൻ്റെ പോലെ അഭിനയിച്ച് സുശീലയെ കാണാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് സോനയും കുഞ്ഞും പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് വിനയേട്ട ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് സുശീലാൻ്റിയെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ, അമ്മ അതിന് ഇവിടെ ഇല്ലല്ലോ എന്ന് പറയാട്ടോ. അപ്പോൾ അത് വിനയൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ വിനയൻ സോനയോട് ചോദിക്കുകയാണ്, അല്ല എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണോ എന്ന് ചോദിച്ചിട്ട് അവിടെയൊക്കെ തെരഞ്ഞു നോക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സോന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യമാണ്, അമ്മ ഇവിടെ ഇല്ല, അമ്മ ഗുരുവായൂരിലേക്ക് പോയിരിക്കുകയാണ്, നാളെ വൈകിട്ടാണ് വരികയുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അഭിനയിച്ചിട്ട് സോനയുടെ മുന്നിൽ അങ്ങ് കരയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഞാൻ സുശീലാൻ്റിയെ കാണാൻ വേണ്ടി വന്നത് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് സഹായം ചോദിക്കാൻ മറ്റാരുമില്ലല്ലോ, എനിക്കിപ്പോൾ സുശീലാൻ്റി മാത്രമാണ് ഉള്ളത്. സുശീലാൻ്റി എന്നോടിപ്പോൾ സംസാരിക്കാറുള്ളൂ, പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത് എല്ലാം സുശീലാൻ്റിയാണ്. എനിക്ക് സുശീലാൻ്റിയോട് ഒരു കാര്യം പറയാനായിരുന്നു എന്ന് പറയുമ്പോൾ, അമ്മ നാളെയല്ലേ വരികയുള്ളൂ, നാളെ വന്നാൽ മതി, വിനേട്ടൻ ഇപ്പോൾ പോയിക്കോ എന്ന് പറയുമ്പോൾ, ഞാൻ ചീരുവിൻ്റെ കാര്യം സംസാരിക്കാനാണ് വന്നത്. ഞാൻ ഓണത്തിന് അവരുടെ വീട്ടിൽ പോയ സമയത്ത് കുഞ്ഞുങ്ങളെയും ചീരുവിനെയും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഉടുപ്പുമായിട്ടാണ് അവിടേക്ക് ചെന്നത്. പക്ഷേ എന്നെ രഘു കാണാൻ സമ്മതിച്ചില്ല, എന്നെ അവിടുന്ന് ആട്ടിയിറക്കുകയാണ് ചെയ്തത്, എന്നെ അപമാനിച്ച് വിടുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ സോന ചോദിക്കുന്നുണ്ട്, അതിന് അവരോട് അത്രമാത്രം അധികം ദ്രോഹം വിനയേട്ടൻ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ എന്നെ ഒരിക്കലും നിഷേധിക്കാൻ പാടില്ലല്ലോ, ഒരു അച്ഛൻ്റെ വേദനയൊന്നും മനസ്സിലാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് സോനയുടെ മുന്നിൽ അങ്ങ് പൊട്ടിക്കരയുന്ന പോലെ കാട്ടുകയാണ് കേട്ടോ. അപ്പോൾ സോനയ്ക്ക് ഒരു പാവം തോന്നുകയാണ്, എല്ലാവരുടെയും മുന്നിൽ കരഞ്ഞുകൊണ്ടുള്ള സഹതാപം പിടിച്ചു പറ്റാം എന്നാണ് വിനയൻ കരുതി വെച്ചിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ സോന പറയുന്നുണ്ട്, എന്തായാലും അമ്മ ഇവിടെ ഇല്ല എന്ന് പറയണം. അപ്പോൾ ഇന്ദ്രനും സത്യനും എവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഇന്ദ്രേട്ടൻ അനുവേടത്തിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. സത്യേട്ടൻ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, കടയിലുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ, അറിയില്ല, പോയി നോക്കിയാലാണ് അറിയുകയുള്ളൂ എന്ന് പറയാണ്. എന്നാൽ ശരി സോനെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാൻ ഒരുങ്ങാട്ടോ. ആ സമയത്താണ് സോനയോട് പറയുന്നത്, എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ ഉപകാരമായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ സോന വെള്ളം എടുക്കാൻ വേണ്ടി അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് വെള്ളവുമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വിനയനെ അവിടെ കാണുന്നില്ല. അപ്പോൾ സോന മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഇയാൾ എന്തിനാ പിന്നെ വെള്ളം ചോദിച്ചത്, വെള്ളം കുടിക്കാതെ പിന്നെ പോയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തിരിയുന്ന സമയത്താണ് വിനയൻ ബാക്കിൽ നിൽക്കുന്നത്. ആ സമയത്ത് സോന ഒന്നങ്ങ് പേടിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പേടിച്ചു ഞാൻ സോനയെ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ, എന്തിനാ നിങ്ങൾ അകത്തേക്ക് കയറിയത് എന്ന് സോന ചോദിക്കുമ്പോൾ, എന്നെ കണ്ട എല്ലാവരും അകത്ത് കയറി ഒളിച്ചിരിക്കാറാണ് പതിവ്, അതുപോലെ സുശീലാൻ്റി എന്നെ കണ്ടപ്പോൾ ഒളിച്ചിരിക്കുകയാണോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്, അല്ലാതെ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ, ഞാൻ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിച്ചേക്ക്, ഞാൻ മനഃപൂർവ്വമല്ല എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് അവിടെ നിന്നും വിനയം പോവുകയാണ് കേട്ടോ. അപ്പോൾ സോന നന്നായിട്ട് തന്നെ പേടിച്ചത് കൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ടാണ് സോന വിനയനെ നോക്കുന്നത്. പിന്നീട് നേരെ വിനയൻ പോകുന്നത് സത്യൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ആ സമയത്ത് സത്യൻ നല്ല തിരക്കിലായിരിക്കും, ട്രാവൽസിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയും അതൊക്കെ ഏർപ്പാടാക്കുകയൊക്കെ ചെയ്യുന്ന ആ തിരക്കിലാണ് കേട്ടോ. ആ സമയത്താണ് വിനയൻ അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ വിനയനെ കാണുമ്പോൾ സത്യൻ പെട്ടെന്ന് അങ്ങ് അന്തം വിടുകയാണ് കേട്ടോ. എന്തിനാണാവോ ഇപ്പോൾ ഇവൻ്റെ ഇവിടേക്കുള്ള വരവ് എന്നുള്ള ഭാവത്തിൽ. എന്നിട്ട് വിനയൻ നല്ലവനെ പോലെ അങ്ങ് സംസാരിക്കാൻ, ഞാൻ ഇവിടേക്ക് വന്നത് ഒരു കാര്യം പറയാനാണ് എന്ന് പറയാൻ കേട്ടോ. സത്യൻ മനസ്സിൽ കരുതുന്നുണ്ട്, എന്തോ ഒരു ഉടായ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്, എന്തിനാണാവോ എന്നുള്ള ഭാവത്തിൽ സത്യൻ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിനയൻ പറയുകയാണ്, നീ പേടിക്കേണ്ട, ഞാൻ പൈസയൊന്നും ചോദിച്ചു വന്നതല്ല, ഞാനൊരു സഹായം ചോദിച്ചു വന്നതാണ്. ചീരു ഇപ്പോൾ ഗർഭിണിയാണെന്നുള്ളത് നിനക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല, നിന്റെ അമ്മയാണല്ലോ ആദ്യം അറിഞ്ഞത്, ആ സമയം ഞാൻ ജയിലിലായിരുന്നു, അതുകൊണ്ട് ഞാനല്ല ചീരു ഗർഭിണിയാണെന്നുള്ളത് ആദ്യം അറിഞ്ഞത്, സത്യൻ്റെ അമ്മയാണ് ആദ്യം അറിഞ്ഞത്, ആ അർത്ഥത്തിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ സത്യൻ്റെ അമ്മ സത്യനോട് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ചീരു ഗർഭിണിയാണെന്നുള്ളത്. ഇപ്പോൾ ചീരു ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനൊക്കെയാണ് നോക്കുന്നത്. ചീരുവിനോട് എനിക്ക് വേണ്ടി സത്യനൊന്ന് സംസാരിക്കുമോ, ചീരു ആ കുഞ്ഞിനെ കളയാതെ ഇനിയെങ്കിലും ചീരു എൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ഇനി ചീരുവിനെ ഒരിക്കലും ഉപദ്രവിക്കില്ല, അതുകൊണ്ട് ചീരുവും കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രമാണ് എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ സത്യന് ദേഷ്യം വരികയാണ്. അപ്പോൾ സത്യം പറയും, അതിനെന്തിനാ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, നിനക്കങ്ങനെ പറയാൻ നിൻ്റെ അമ്മയോടും അമ്മാവനോടും ഒക്കെ
അങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാ എന്നെ ആക്കുന്നത് എന്ന് പറയുമ്പോൾ അവരാര് പറഞ്ഞാലും ചീരു കേൾക്കില്ല, നീ പറഞ്ഞാൽ കേൾക്കുമെന്ന് പറയുമ്പോൾ സത്യന് ദേഷ്യം വരികയാണ്. നീ വെറുതെ ഓരോന്ന് പറയാതെ എവിടെ നിന്നും പോവാൻ നോക്ക്, എനിക്ക് ഒരുപാട് തിരക്കുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയല്ലേ സത്യ, നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്, നീ എങ്ങനെ പറയുമല്ലേ ചീരുവിനോട്, ചീരുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ നീ ആയിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലേ എന്ന് പറഞ്ഞതോടുകൂടി സത്യനങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് സത്യൻ ആ പറഞ്ഞ ഉടനെ തന്നെ വിനയനെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്യാമു കൂടി അവിടെ വരികയാണ്. അപ്പോൾ ശ്യാമു പറയുന്നു, വിനയ നീ വെറുതെ ഓരോ കാര്യങ്ങൾ പറയാതെ വെറുതെ സംസാരം ഉണ്ടാക്കാതെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവണം എന്ന് പറയുമ്പോൾ ഇതിൽ ഇടപെടാൻ നീ ആരാ, ഇത് ഞങ്ങൾ കുടുംബക്കാർ തമ്മിൽ പലതരത്തിലുള്ള ബന്ധങ്ങളുമുള്ളവരാണ് എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും സത്യന് വീണ്ടും ദേഷ്യം വന്നിട്ട് വിനയനെ നന്നായിട്ട് തന്നെ അടിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്നും പറഞ്ഞിട്ട് വിനയൻ്റെ കോളർ പിടിച്ചിട്ട് കഴുത്തിന് പുറത്താക്കിയിട്ട് അങ്ങ് തള്ളി വിടുകയാണ് കേട്ടോ. എന്നിട്ട് ഗേറ്റ് അങ്ങ് അടക്കുകയാണ്. ഇനി അനാവശ്യം പറഞ്ഞിട്ട് ഇവിടേക്ക് കയറി വന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയണം. അപ്പോഴൊക്കെ വിനയം പറയുന്നുണ്ട്, ഞാൻ വെറുതെ വിടില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയോടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അപ്പോഴൊക്കെ സത്യന് ദേഷ്യം വന്നിട്ട് വിനയനെ നന്നായിട്ട് പെരുമാറിയ ശേഷമാണ് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. അപ്പോഴത്തേക്കും ശ്യാമു പറയണം, മതി സത്യ, അവനോടൊക്കെ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല, നാണവും മാനവും ഇല്ലാത്തവനാണ്, നീ വാ സത്യ എന്നും പറഞ്ഞിട്ട് സത്യനെ ശ്യാമു വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ഗേറ്റിനെ പുറത്താക്കുകയാണ് കേട്ടോ വിനയനെ. എന്നിട്ട് ഗേറ്റ് അടച്ചിട്ട് വരികയാണ്. പിന്നീട് രഘുവും അമ്പിളിയും കൂടിയിട്ട് ദയയുടെ കാര്യം സംസാരിക്കുന്നുണ്ട്. ശബരിയും നീയും തമ്മിൽ എന്താണ് പ്രശ്നം വെച്ചാൽ നീ അത് പറയണമെന്ന് പറയുമ്പോൾ അതിന് അവിടെ പോയപ്പോൾ എന്നെക്കുറിച്ച് ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ടാകുമല്ലോ, അത് കേട്ടപ്പോൾ മനസ്സിലായില്ലേ, അതൊക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാകുമല്ലോ എന്ന് പറയുമ്പോൾ നിന്നെക്കുറിച്ച് അവിടെ ആരും ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല, നിന്നെ തിരിച്ചു വിളിച്ചു കൊണ്ടുപോകാൻ അവരെല്ലാവരും വരാമെന്നേ പറഞ്ഞു, ശബരി മാത്രമാണ് നിനക്ക് എതിരെ സംസാരിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ വരട്ടെ, അത് തന്നെയാണ് ഞാനും പറയാമെന്നത്. ശബരിയേട്ടന് ഇപ്പോൾ ഞാനും കുഞ്ഞും അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല, അനിതേച്ചി മാത്രം മതി, അനിതേച്ചിയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ശബരിയേട്ടന് ചെയ്തു കൊടുക്കുന്നത്. എന്നെ കുറച്ച് ദിവസങ്ങളോളമായി ശബരിയേട്ടൻ എന്നെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല, ഒരു കാര്യങ്ങളും എന്നോട് പറയാറുമില്ല, ഒന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുമില്ല. അപ്പോൾ തന്നെ എനിക്ക് സംശയങ്ങൾ തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ ശബരിയേട്ടനോട് പറഞ്ഞതുമാണ്. പക്ഷേ വീണ്ടും ശബരിയേട്ടൻ അനിതേച്ചിയോടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എന്നെയും കുഞ്ഞിനെയും ശബരിയേട്ടന് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ശബരിയേട്ടന് അനിതേച്ചി മാത്രം മതി എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ അവിടുത്തെ പ്രശ്നക്കാരി അനിതേച്ചിയാണ് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്നൊക്കെ പറയാം കേട്ടോ. അത് കേൾക്കുമ്പോൾ അമ്പിളിയും രഘു ആകെ അന്തം വിടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇതെല്ലാം നിൻ്റെ വെറും സംശയമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ സംശയമാണെങ്കിൽ എനിക്ക് ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ് തോന്നിയിരുന്നത്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാനില്ലെങ്കിലും കുഞ്ഞില്ലെങ്കിലും ശബരിയേട്ടന് അവിടെ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളുടെ കുറവ് നികത്തിയിട്ട് അനിതേച്ചി അവിടെ ഉണ്ടല്ലോ, ആ അനിതയാണ് ഇപ്പോൾ എൻ്റെ പ്രധാന ശത്രു എന്നങ്ങ് പറയാൻ കേട്ടോ. അത് കേട്ടോണ്ട് നിൽക്കുന്ന ചീരുവും രഘുവും അമ്പിളിയും ഒക്കെ അന്തം വിട്ടു പോവുകയാണ് ദയയുടെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ. ദയ പറഞ്ഞതിൽ വല്ല വാസ്തവം ഉണ്ടോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി ശബരിയേട്ടൻ ഇവിടേക്ക് വന്ന് എന്നോട് ഇക്കാര്യം പറഞ്ഞല്ലാതെ ഞാൻ ശബരിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോവില്ല എന്നൊരു വാശിയോട് കൂടിയുള്ള തീരുമാനമാണ് എടുക്കുന്നത്. അങ്ങനെ അമ്പിളിക്കും രഘുവിനും ഇതിൽ ഇടപെടാൻ കഴിയാതെ ആവുകയാണ് കേട്ടോ. അങ്ങനെ ദയയ്ക്ക് എന്താണ് തോന്നുന്നത് അതുപോലെ തീരുമാനം എടുക്കട്ടെ എന്ന് അവരും ചിന്തിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ചീരുവിനെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. മഞ്ചാടിയും ദയയും കൂടിയാണ് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അമ്പിളിയും രഘുവും ഒക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ദയ പറയുകയാണ്, ഇത്രയും ക്രൂരനായ എല്ലാം കൊണ്ടും അറിഞ്ഞിട്ടുള്ള ആളല്ലേ വിനയൻ, എന്നിട്ട് എന്തിനാണ് വിനയൻ്റെ കുഞ്ഞിനെ നീ ചുമക്കുന്നത്, നിനക്ക് ഇത് അറിഞ്ഞുകൊണ്ട് വിനയൻ്റെ അടുത്തേക്ക് പോവേണ്ട വല്ല ആവശ്യവുമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ മഞ്ചാടി പറയുന്നുണ്ട്, ശരിയാണ് ദയേച്ചി പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്, ഇത്രയും ക്രൂരനായ വിനയേട്ടൻ്റെ അടുത്തേക്ക് ചീരിച്ചേച്ചി പോവേണ്ട ആവശ്യം എന്താണ് ഉണ്ടായിരുന്നത്, ചീരിച്ചേച്ചി ഇത്രയ്ക്ക് മണ്ടിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ചാടിയും ചീരുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും ചീരുവിനങ്ങ് ദേഷ്യം വന്നിട്ട്, നിർത്തടി, മതിയടി നിൻ്റെ പ്രസംഗം, നിനക്ക് വേണ്ടിയിട്ടാടി ഞാൻ ഇങ്ങനെ ഒരു സാഹസം ചെയ്തത് എന്ന് പറയുമ്പോൾ മഞ്ചാടി ആകെ അന്തം വിട്ടു പോവുകയാണ്. എനിക്ക് വേണ്ടിയിട്ടോ? അതെ, നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, നിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വൃത്തികെട്ടവൻ്റെ മുന്നിൽ, ആ മൃഗത്തിൻ്റെ മുന്നിലേക്ക്
ചെന്നത് നിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം ബലിയാടാക്കിയത് എന്നൊക്കെ പറയാൻ കേട്ടോ. നിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതം നരകതുല്യമാക്കിയത് എന്നൊക്കെ ചീരു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കേട്ടോ മഞ്ചാടിയോട് ദേഷ്യത്തോട് കൂടിയിട്ടുമാണ് പറയുന്നത്. അത് കേട്ടോണ്ട് നിൽക്കുന്ന അമ്പിളിയും രഘുവും ദയവും മഞ്ചാടിയൊക്കെ അന്തം വിട്ട് പോവുകയാണ്. എന്നിട്ട് ചീരു കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മഞ്ചാടിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മഞ്ചാടി ആകെ സങ്കടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ ചീരു ആ പറയുന്ന വാക്കുകൾ കേൾക്കുന്നത്. അങ്ങനെ അമ്പിളിയും ചീരുവിൻ്റെ അടുത്തേക്ക് ചീരുവിനെ സമാധാനപ്പെടുത്താൻ വേണ്ടി ചെല്ലുകയാണ്. ഈ സമയത്ത് മഞ്ചാടി ആകെ തളർന്നു പോവുകയാണ് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ചീരു ചേച്ചി ബലിയാടായത് എന്നുള്ള ആ ഓർത്തിട്ട് ആ സങ്കടം സഹിക്കാൻ പറ്റാതെയാണ് കേട്ടോ മഞ്ചാടി ആകെ തളർന്നു പോവുകയാണ്. മഞ്ചാടിക്ക് വേണ്ടിയിട്ടാണ് ചീരു ചേച്ചി ഇങ്ങനെ ഒരു അപകടത്തിൽ പോയി ചാടിയത് എന്ന് കേട്ടപ്പോൾ ദയക്കും ഒന്നും പറയാനാവാതെ ദയയും ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്.